शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഒന്നാമത്തെ അധ്യായം മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക. ശ്ലോകം 46 മുതൽ 52 വരെ വായിക്കാം. തേ മുനയച്ചത്തർ ലോകാൻ സർഗൈരഭാവയൻ ഏഷാ കർദമാ ദൗഹിത്ര സന്താന കഥിതസ്തവ ശൃണ്വതാ ശ്രദ്ധദാനസ്യ സദ്യ പാപഹരാ പരഃ പ്രസൂതിം മാനവീം ദക്ഷ ഉഭയേ മേ ഹ്യജാത്മജഃ തസ്യാം സസർജദുഹിത്യു ഷോഡശാമലലോചനാഃ ത്രയോദശാദാ ധർമായ തദൈകാം അഗ്നയേ വിഭുഃ പിതൃഭ്യ ഏകാം യുക്തേഭ്യോ ഭവായേകാം ഭവച്ഛിദേ ശ്രദ്ധാ മൈത്രീ ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയോന്നതി ബുദ്ധിർമേധാതിതിച്ഛാഹ്രി മൂർത്തി ധർമ്മസ്യ പത്നയഃ ശ്രദ്ധാ സൂതാ ശുഭം മൈത്രീ പ്രസാദം അഭയം ദയാ ശാന്തി സുഖം മുദം തുഷ്ടി സ്മയം പുഷ്ടിരസൂയത യോഗം ക്രിയോന്നതിർദർപ്പം അർത്ഥം ബുദ്ധിരസൂയത മേധാ സ്മൃതിം തിദിക്ഷാതു ക്ഷേമം ഹ്രീ പ്രശ്രയം സുതം മൂർത്തി സർവഗുണോത്പത്തിർ നരനാരായണ ഋഷി. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. രമാഭായ് മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 1 മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക. ശ്ലോകം 46-47. തയേതേ മുനയാ ക്ഷത്തർലോകാൻ സർഗൈരഭാവയൻ ഏഷ കർദമദൗഹിത്ര സന്താനാകതിതസ്തവ ശൃണ്വതാ ശ്രദ്ധദാനസ്യ സദ്യ പാപഹര പര പ്രസൂതിം മാനവീം ദക്ഷ ഉഭയേ മേ ഹ്യജാത്മജ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട വിതുര, അവിധം ഈ മുനിമാരുടെ പിൻഗാമികളാലും കർദമന്റെ പുത്രിമാരാലും ലോകത്തിന്റെ ജനസംഖ്യ വർദ്ധിച്ചു. ഈ കുലത്തിന്റെ വിവരണം വിശ്വാസപൂർവം ശ്രവിക്കുന്ന ഏതൊരുവനും എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിതനാകും. മനുവിന്റെ പ്രസൂതി എന്നറിയപ്പെടുന്ന മറ്റൊരു പുത്രി ബ്രഹ്മാവിന്റെ പുത്രൻ ദക്ഷനെ വിവാഹം ചെയ്തു. ശ്ലോകം 48. തസ്യാം സസർജ ദുഹിത്യു ഷോഡശാമലലോചനാഃ ത്രയോദശാദാത് ധർമായ തദൈകാമഗ്നയേ വിദുഃ. വിവർത്തനം. ദക്ഷൻ അവന്റെ പത്നി പ്രസൂതിയിൽ താമരപ്പൂ പോലുള്ള കണ്ണുകളോട് കൂടിയ അതിസുന്ദരികളായ 16 പുത്രിമാർക്ക്
ജന്മം നൽകി. ഈ 16-ൽ 13 പേരെ ധർമ്മനും ഒരു പുത്രിയെ അഗ്നിക്കും വിവാഹം ചെയ്തു കൊടുത്തു. ശ്ലോകങ്ങൾ 49 മുതൽ 52 വരെ. പിതൃഭ്യ ഏകാം യുക്തേഭ്യോ ഭവായൈകാം ഭവച്ചിതേ ശ്രദ്ധ മൈത്രീ ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയോന്നതിഃ ബുദ്ധിർമേധാതിഥിചാഹിർ മൂർത്തിർധർമ്മസ്യ ഭഗ്നയാ ശ്രദ്ധാസൂതശുഭം മൈത്രീ പ്രസാദമഭയം ദയാ ശാന്തി സുഖം മുദം തുഷ്ടി സ്മയം പുഷ്ടിരസൂയത യോഗം ക്രിയോന്നതിർദർപ്പമദർപ്പം ദർപ്പമർത്ഥം ബുദ്ധിരസൂയത മേധാ സ്മൃതിം തിദിക്ഷാതു ക്ഷേമം ഹ്രീ പ്രശ്രയം സുതം മൂർത്തി സർവഗുണോത്പത്തിർ നരനാരായണ ഋഷി. വർത്തന അവശേഷിച്ച 2 പുത്രിമാരിൽ ഒരുവളെ പിതൃലോകത്തിന് ദാനം ചെയ്തു. അവൾ അവിടെ സുഖമായി വസിക്കുന്നു. മറ്റേ പുത്രിയെ പാപികളായ വ്യക്തികൾക്ക് ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുന്ന മഹാദേവന് നൽകി. ദക്ഷൻ ധർമ്മന് നൽകിയ 13 പുത്രിമാരുടെ പേരുകൾ ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദിക്ഷ, ക്രീ, മൂർത്തി. ഈ 13 പുത്രിമാർ താഴെ പറയുന്ന പുത്രന്മാരെ ഉത്പാദിപ്പിച്ചു. ശ്രദ്ധ ശുഭനെ പ്രസവിച്ചു, മൈത്രി പ്രസാദനെ പ്രസവിച്ചു, ദയ അഭയനെയും, ശാന്തി സുഖനെയും, തുഷ്ടി മുദനെയും, പുഷ്ടി സമയനെയും പ്രസവിച്ചു. ക്രിയായോഗനും ഉന്നതി ദർപ്പനും ബുദ്ധി അർത്ഥനും മേധാസ്മൃതിക്കും തിദിക്ഷ ക്ഷേമനും ഹ്രീ പ്രശ്രയനും എല്ലാ ആദരണീയ യോഗ്യതകളുടെയും സംഭരണിയായ മൂർത്തി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നരനാരായണനും ജന്മം നൽകി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. എത്രാമത്തെ ശ്ലോകമാണ് ഗുരുജി? ശ്ലോകം 4-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം, ശ്ലോകം 46 മുതൽ 52 വരെ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ഭൃഗുവിന്റെ വംശത്തിനെ കുറിച്ചായിരുന്നു. ഭൃഗു കർദമുനിയുടെ പുത്രിയായിട്ടുള്ള ഖ്യാതിയെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൃഗുവിനും ഖ്യാതിക്കും 2 മക്കളാണ്, ധാത വിധാത. ധാത വിവാഹം ചെയ്തിട്ടുള്ളത് ആയതിയെയാണ്. ആയതിയിൽ മൃഗണ്ഡൻ എന്ന് പറഞ്ഞിട്ടുള്ള പുത്രൻ, മൃഗണ്ഡന്റെ പുത്രനാണ് മാർക്കണ്ഡേയൻ. ഭൃഗുവിന്റെ വംശത്തിലാണ് മാർക്കണ്ഡേയ മുനി വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വിധാത നിയതിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. നിയതിയുടെ പുത്രൻ പ്രാണൻ, പ്രാണന്റെ പുത്രൻ വേദശിരസ്, വേദശിരസിന്റെ പുത്രനാണ് ശുക്രാചാര്യൻ. ശുക്രാചാര്യനും ഭൃഗുവിന്റെ വംശത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വംശാവലി 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഈ ഒരു വംശാവലി നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വാസപൂർവം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത്. കാരണം അത്രയും വിശുദ്ധരായിട്ടുള്ള പുണ്യാത്മാക്കളായിട്ടുള്ള മഹർഷിമാരെ കുറിച്ചും മനുവിന്റെ പുത്രിമാരെ കുറിച്ചും ആണ് നമ്മൾ കേൾക്കുന്നത്. അവരിൽ പലരിലും ഭഗവാൻ തന്നെ നേരിട്ട് ഭഗവാന്റെ അവതാരങ്ങൾ അവരുടെ പുത്രന്മാരായിട്ട് ജനിച്ചിട്ടുണ്ടായിരുന്നു. ദത്താത്രേയൻ, ഇനി വരുന്നതിൽ നരനാരായണ ഋഷി, ഇതൊക്കെ ഭഗവാന്റെ അംശാവതാരങ്ങളാണ്. ഈ ഒരു വംശാവലി പഠിക്കുന്നതും വംശാവലി വിശ്വാസപൂർവം കേൾക്കുന്നതും. എന്താണ് വിശ്വാസപൂർവം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വ്യാഖ്യാനമൊന്നും കൂടാതെ അതേപടി മാറ്റമില്ലാതെ ശ്രവിക്കുന്നത് നമ്മുടെ എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ഇതിന് വ്യാഖ്യാനങ്ങളൊക്കെ ചമയ്ക്കും, അല്ലെ? ഇത് യഥാർത്ഥത്തിൽ കുട്ടികളൊന്നുമല്ല, ഏത് മനസ്സിന്റെ സങ്കല്പങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റിയെഴുതും.
അതുകൂടാതെ യഥാർത്ഥത്തിൽ എന്താണോ വ്യാസദേവൻ എഴുതി വെച്ചിട്ടുള്ളത് അത് അതേപടി മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് അവരുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത്. അല്ലെ, എന്തുകൊണ്ടാണ് നമ്മൾക്കത് അതേപടി മനസ്സിലാക്കാൻ സാധിക്കാത്തത്? നമ്മളുമായിട്ട് കമ്പയർ ചെയ്യും. സാധാരണ കലിയുഗത്തിലെ മനുഷ്യന്മാരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തും. അപ്പോൾ ഇതൊന്നും സാധ്യമല്ലല്ലോ എന്ന് നമ്മൾക്ക് തോന്നും. ഇത് മറ്റു യുഗങ്ങളിൽ, മറ്റു പ്രപഞ്ചങ്ങളിൽ, അല്ലെങ്കിൽ മറ്റു ലോകങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഭൂമിയിൽ ഈ കാലത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് നമുക്കെല്ലാം അതേപടി ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ലേ? അത് അതേപടി വിശ്വാസപൂർവ്വം മനസ്സിലാക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നുള്ള കാര്യം 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ മുനിമാരുടെ പിൻഗാമികളാലും കർദമന്റെ പുത്രിമാരും ലോകത്തിലെ ജനസംഖ്യ വർദ്ധിച്ചു. ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ജനങ്ങളും മനുഷ്യരൂപത്തിലുള്ള, ദേവരൂപത്തിലുള്ള, ഇങ്ങനെയുള്ള ഗന്ധർവ കിന്നര രൂപത്തിലുള്ള വ്യക്തികളെല്ലാം ഇവരുടെ പിൻഗാമികളാണ് എന്ന് പറയും. ഈ മഹർഷിമാരുടെ, ബ്രഹ്മാവിന്റെ പുത്രന്മാരുടെ, വ്യത്യസ്തരായിട്ടുള്ള പുത്രന്മാരുടെ പിൻഗാമികളാണ്. ഈ കുലത്തിന്റെ വിവരണം വിശ്വാസപൂർവ്വം ശ്രവിക്കുന്ന ഏതൊരുവനും എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിതനാകും. മനുവിന്റെ പ്രസൂതി എന്നറിയപ്പെടുന്ന മറ്റൊരു പുത്രി ബ്രഹ്മാവിന്റെ പുത്രൻ ദക്ഷനെ വിവാഹം ചെയ്തു. അപ്പൊ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് മനുവിന്റെ പുത്രിമാരുടെ വംശാവലിയാണ്. മനുവിന് 3 പുത്രിമാരാണ് എന്ന് നമ്മൾക്കറിയാം: ആകൂതി, ദേവഹൂതി, പ്രസൂതി. അതിൽ ഇത്രയും വിവരിച്ചിട്ടുള്ളത്, നമ്മൾ വായിച്ചിട്ടുള്ളത് ദേവഹൂതിയെ കുറിച്ചാണ്. ആകുതിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പറയാൻ പോകുന്നത് പ്രസൂതിയെ കുറിച്ചാണ്. പ്രസൂതി ദക്ഷനെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ദക്ഷനെയാണ് പ്രസൂതി വിവാഹം ചെയ്തിട്ടുള്ളത്. അവർക്ക് 16 മക്കളാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 48-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്: തസ്യാം സസർജ ദുഹിത്യു ഷോഡശാം അമലലോചന ത്രയോദശാദ ധർമായ തദൈകാം അഗ്നയേ വിഭു. 16 വളരെ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളാണ് ദക്ഷനും പ്രസൂതിക്കും ഉണ്ടായത് എന്ന് പറയുന്നു. അതിൽ 13 പേരെയും ധർമ്മന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. 13 പേരെയും ദക്ഷൻ ധർമ്മന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. അതിൽ ഒരു പുത്രിയെ അഗ്നിക്കും വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. ഇപ്പൊ 16-ൽ 13 പേരെ ധർമ്മനും ഒരു പുത്രിയെ അഗ്നിക്കും വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ ശേഷിക്കുന്ന 2 പേരെ ആർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. മഹാദേവനും അതേപോലെ പിതൃക്കൾക്കും വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അവരുടെ വംശത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ 16 പേരുടെയും പേരുകളും അവരുടെ ഓരോരുത്തരുടെ മക്കളുടെ പേരുകളും അടുത്ത ശ്ലോകങ്ങളിൽ 49 മുതൽ 52 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ആ മക്കളുടെ പേരുകൾ പറയുന്നുണ്ട്. പ്രസൂതിയുടെ മക്കളുടെ പേരാണ് പറയുന്നത്: ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദിച്ഛ, ഹ്രീ, മൂർത്തി. ഇതാണ് 13 പെൺകുട്ടികൾ ദക്ഷനും പ്രസൂതിക്കും ഉണ്ടായിട്ടുള്ളത്. അവരുടെ പുത്രന്മാരുടെ പേരുകളും പറയുന്നുണ്ട്. പുത്രന്മാരുടെ പേരുകൾ 13 പുത്രന്മാരുടെ പേരുകൾ: ശുഭ, പ്രസാദ, അഭയ, ശുഖ, മുദ, സ്മയ, യോഗ, ദർപ്പ, അർത്ഥ, സ്മൃതി, ക്ഷേമ, പ്രശ്രയ, ശ്രീ, നരനാരായണ. ഇങ്ങനെ 13 മക്കളെ, ആൺകുട്ടികളെ കുറിച്ചും പറയുന്നുണ്ട്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പിതൃക്കൾക്ക് കൊടുത്ത പുത്രിയെക്കുറിച്ചും മഹാദേവന് കൊടുത്ത പുത്രിയെക്കുറിച്ചും പറയുന്നുണ്ട്. അവരുടെ വംശത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. മഹാദേവൻ വിവാഹം ചെയ്തിട്ടുള്ളത്
സതിയെയാണ്. പിന്നീട് സതിയെക്കുറിച്ചും സതിയുടെയും മഹാദേവന്റെയും കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദക്ഷയാഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇനിയുള്ള അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത്രയാണ് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി. ദേവഹൂതിയുടെ വംശാവലി പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ വായിക്കുന്നത് പ്രസൂതിയുടെ വംശത്തെ കുറിച്ചാണ്. അടുത്ത 2 മക്കളുടെ കാര്യം കൂടി പറയാനുണ്ട്. അത് അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നാമം ജപിക്കാം. അതിനുശേഷം ഉള്ള സംശയങ്ങൾ അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഗിരിജ മാതാജി ജപിച്ചോളൂ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम